ഞാനതിൽ കൈ പിടിച്ച് കാണിച്ചു തരാം, അപ്പോഴേ അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. കണ്ടില്ലേ, പൊക്കി നോക്കാം. നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം ജനുവരി 13-ാം തീയതിയാണ്. ഇന്ന് കന്യാകുമാരി ജില്ലയിലെ പ്രധാനപ്പെട്ട വിശേഷം നടക്കുന്നൊരു ദിവസമാണ്. ഇന്ന് കന്യാകുമാരിയിലെ സുശീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് സുശീന്ദ്രം അമ്പലത്തിലെ തേർ തിരുവിഴ എന്ന് പറഞ്ഞൊരു വലിയൊരു ഉത്സവമുണ്ട്. എന്ന് പറയുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ കാർ ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. തേരോട്ടം, സുശീന്ദ്രം തേരോട്ടം, വളരെ പേര് കേട്ട ഒരു തേരോട്ടമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നാഗർകോവിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിക്ക് നടുക്കായിട്ടുള്ളൊരു സ്ഥലമാണ് സുശീന്ദ്രം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ കന്യാകുമാരിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും. അപ്പോൾ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സുശീന്ദ്രത്ത് ഇറങ്ങാൻ പറ്റും. യെസ്, ഒരു സുശീന്ദ്രം ബോർഡ് വെച്ച ബസ് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിലേക്ക് കയറാം. യെസ്, അങ്ങനെ ഒരു വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. വിൻഡോ സീറ്റ് കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം പോയാൽ മതി. ഈ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും സുശീന്ദ്രം വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 6 രൂപ. അങ്ങനെ ഞാൻ സുശീന്ദ്രം ബസ് സ്റ്റോപ്പിൽ ബസ് വന്നിറങ്ങിയിരിക്കുവാണ്. ഞാൻ വന്ന ബസ്സാണ് ദോഹ പോകുന്നത്. ഇവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടിട്ട് ഇവിടെ എല്ലാം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അകത്തേക്കെല്ലാം ഒന്ന് നടന്നിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ, കന്യാകുമാരിക്ക് പോകുന്ന ബസ്സെല്ലാം സുശീന്ദ്രം വഴിയാണ് പോകുന്നതെന്ന്. ഈ ബസ് കന്യാകുമാരിക്ക് പോകുന്ന ബസ്സാണ്. ആടുകൾ റോഡ് ക്രോസ് ചെയ്യുന്നത് നോക്കേ. ഇവിടെ കേട്ട് ജെയിൻ വീലെല്ലാം വെച്ചിട്ടുണ്ട്. ഒരുപാട് വലുതല്ല, ഒരു ഇടത്തരം. JCB ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിക്കുന്നുണ്ടല്ലോ. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൊണ്ട് നിൽക്കുവാണ്. ആടുകൾ വരെ ക്രോസ് ചെയ്തു. എന്തായാലും നമുക്ക് ഈ കാണുന്ന ആർച്ചിനകത്തേക്ക് നടക്കാം. ആർച്ചിന് പുറത്തായിട്ട് ഇവിടെയൊക്കെ ആയിട്ട് ബമ്പിളി മാസെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ പനങ്കിഴങ്ങുണ്ട്. പനങ്കിഴങ്ങെല്ലാം എത്ര രൂപ? 50 രൂപ. 50 രൂപയാണ് വില. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാമായിട്ട് കളർഫുള്ളായിട്ടുള്ള കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും നമ്മൾ വന്നിരിക്കുന്ന സമയം കൊള്ളാം. കൃത്യസമയത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു തേരോട്ടം. എന്തായാലും നമുക്ക് അകത്തേക്കെല്ലാം ഒന്ന് നടന്നിട്ട് വരാം. നല്ല വെയിലുണ്ട്, പക്ഷേ ആ ഒരു വെയിലത്ത് ഇതേപോലെയുള്ള ടോയ്സ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. കരിമ്പിൻ ജ്യൂസ് അടിക്കുവാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. എന്തായാലും ആ ഒരു ബിൽഡിംഗ് കൊള്ളാം. ഈ ഒരു സ്കൂൾ കോമ്പൗണ്ടിലും പലതരം ആക്ടിവിറ്റീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട പലതരം സംഗതികൾ. ഇതാ കണ്ടില്ലേ, അവിടെ എല്ലാമായിട്ട് വലിയ ജൈൻ വീലും അങ്ങനത്തെ പലതരം കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. നമ്മൾ സാധാരണ ഉത്സവങ്ങളിലെല്ലാം കാണുന്ന ടൈപ്പ് കച്ചവടങ്ങളൊക്കെയാണ്. എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നടക്കാനൊരു പ്രത്യേക ഫീലാണ്. അങ്ങനെ ഞാൻ ആ വഴി നടന്ന് ഒരു അമ്പലക്കുളത്തിനടുത്ത് എത്തിയിരിക്കുവാണ്. ഒരു അമ്പലക്കുളമല്ല, ഈ സുശീന്ദ്രം അമ്പലക്കുളം. ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചധികം സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ സ്നേഹയുടെ എല്ലാം കാലഘട്ടം, തൃഷയെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വെച്ച് സിനിമയെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വഴിയിലൂടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. തമിഴ്നാടിൻ്റേതായ തനത് ശൈലിയിലുള്ള അമ്പലത്തിൻ്റെ മതിലും ചുമപ്പും വെള്ളയും പെയിൻറ്റിങ്ങുള്ള മതിലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. ഇവിടെ ഈ കുളത്തിനോട് ചേർന്നും ഒരു ആർച്ചുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആർച്ച് ഞാനീ പറഞ്ഞ ഈ ചുമപ്പും വെള്ളയും പെയിൻ്റുള്ള ഈ അമ്പലത്തിൻ്റെ ആർച്ചായിരിക്കാം. ആ അമ്പലത്തിൻ്റെ പേരെന്തായിരിക്കാം നോക്കാം. മുന്നുതിത്ത നങ്കൈ അമ്മൻ തിരുക്കോവിൽ, അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ പേര്. എന്തായാലും ഒരു വെറൈറ്റി പേരാണ്. നമുക്ക് ഇവിടുത്തെ മെയിൻ അമ്പലത്തിൻ്റെയും ആ ഒരു തേരൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. ഇവിടെ കേട്ട് അന്നദാനം എല്ലാം ഉണ്ടായിരുന്നു. കണ്ടില്ലേ, അടുപ്പും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് കണ്ടില്ലേ. തേരോട്ട സമയത്ത് വന്നായിരുന്നെങ്കിൽ അത് കിട്ടിയേനെ. ഈ വീട് നോക്കേ, അത് കൊള്ളാമല്ലോ. വീടാണോ അതോ വീട് തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും കൊള്ളാം. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം കാണാനൊരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. പെയിൻറ്റിൽ എഴുതിയിരിക്കുന്ന ബോർഡും അതെല്ലാമായിട്ട് കാണാനൊരു ഫീലുണ്ട്. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ പുരിയും അങ്ങനത്തെ കച്ചവടങ്ങളെല്ലാമാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. കവറെല്ലാം പറക്കുന്നത് നോക്കെ. കാരസേവ, മധുരസേവ, നല്ല അടിപൊളി ലഡു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും നമുക്കൊരു ലഡു വാങ്ങാം. 10 രൂപയാണ് ഒന്നിൻ്റെ വില. കൊള്ളാം. എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് കളറിലെ തേൻ മുട്ടായി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടല്ലോ, ഏകദേശം അതിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റും ഉണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ നനവുള്ള ലഡു ഭയങ്കര ഇഷ്ടമാണ്. ചില ലഡു കൊപ്ര പോലെ ഇരിക്കും, ഒട്ടും നനവും കാണില്ല, ഭയങ്കര കട്ടിയുമായിരിക്കും. അത് കൊള്ളില്ല. പക്ഷേ ഇത് നല്ല ലഡുവാണ്. ഇവിടെയായിട്ട് ജിലേബികളെല്ലാം
റെഡിയാക്കിയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ജിലേബിയാണിത്. ഇങ്ങനത്തെ ഉത്സവങ്ങളിലൊക്കെയാണ് സാധാരണയായിട്ട് ഇത് കിട്ടുന്നത്. ഈ ജിലേബി ചെയ്യുന്ന ആ ഒരു അടുപ്പാണ് ഇതായത്. അങ്ങനെ നമ്മൾ ഗോപുരത്തിനടുത്തേക്ക് നടന്ന് പോകുമ്പോൾ ഈ ഒരു അമ്പലക്കുളത്തിൻ്റെ ശരിക്കും ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ലേ, എവിടെയൊക്കെയോ കണ്ടതുപോലെ തോന്നുന്നില്ലേ? നമ്മൾ ഒരുപാട് തമിഴ് പാട്ടുകളിലെല്ലാം ഈ കുളത്തിന് നടുക്കുള്ള ആ ഒരു മണ്ഡപം കണ്ടിട്ടുണ്ട്. അതാണ് അങ്ങനെ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, സ്നേഹയുടെ കാലഘട്ടം, സ്നേഹ, ദേവയാനി അവരൊക്കെ തിളങ്ങി നിന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയം, ആ ഒരു കാലഘട്ടത്തിലെ കുറച്ചധികം സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിന് മുന്നേ എത്തിയിരിക്കുവാണ്. ഈ അമ്പലത്തിന് സൈഡിലായിട്ട് തേരുകൾ നിർത്തി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ കാണുന്നതാണ് അമ്പാൾ തേര്. ഇവിടെ 3 തേരുകളുണ്ട്. അതിൽ ഈ കാണുന്നത് അമ്പാൾ തേരാണ്. അത് ഒരു ഇടത്തരം വലിപ്പമുള്ളതാണ്. 3 വലിപ്പമാണ്. ഈ കാണുന്നതാണ് ഏറ്റവും വലിയ തേര്, ശിവനും പാർവതിയും. പിന്നെ ഉള്ളത് പിള്ളയാർ തേരാണ്. അത് ചെറിയ തേരാണ്. അത് കുറച്ച് അപ്പുറത്തായിട്ടാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു തേരിനടുത്തേക്കെല്ലാം ഒന്ന് പോയിട്ട് വരാം. അതിൽ കെട്ടിയിരിക്കുന്ന വടം നോക്കെ, വലിക്കുന്ന വടം നല്ല വലിപ്പമുണ്ട്. വലിപ്പമെന്ന് വെച്ചാൽ ഭയങ്കര കനം. ഞാനതിൽ കൈ പിടിച്ച് കാണിച്ചു തരാം, അപ്പോഴേ അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. കണ്ടില്ലേ? സാധാരണ നമ്മൾ കാണുന്ന ഒരു വടത്തിന് തന്നെ വടം വലിക്ക് യൂസ് ചെയ്യുന്ന വടമുണ്ടല്ലോ, അത് തന്നെ ഈ ഒരു കനം കാണും. അതിൻ്റെ ഒരു 5 ഇരട്ടി വലിപ്പമുണ്ട് ഈ ഒരു വടത്തിന്. അനങ്ങുന്നില്ല. അങ്ങനെ തേരിൽ പലതരം കൊത്തുപണികളെല്ലാം കാണാം. കണ്ടില്ലേ? സാധാരണ നമ്മളിവിടെ വരുമ്പോൾ തേരെല്ലാം മൂടി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. തേരോട്ടത്തിൻ്റെ സമയത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ കാണാൻ പറ്റിയത്. അങ്ങനെ ഞാൻ ഈ ഒരു വലിയ തേരിൻ്റെ സൈഡിൽ കൂടെ നടന്നപ്പോൾ ദൂരെയായിട്ട് കണ്ടില്ലേ, ആ കാണുന്നതാണ് പിള്ളയാർ തേര്. അതൊരുപാട് വലിപ്പമില്ല, ഒരു ചെറിയ തേരാണ്. പക്ഷേ ഈ കാണുന്ന തേരിൻ്റെ ആ ഒരു വീല് തന്നെ നോക്കി, ആ ഒരു ചക്രം, ഈ ഒരു അമ്മയും ആ ഒരു ചക്രവും തമ്മിൽ നോക്കേ, കണ്ടില്ലേ? ഈ ഒരു ചക്രത്തിന് നടുക്കായിട്ട് വേറെയും ചക്രങ്ങളുണ്ട്. ഇതാ കണ്ടില്ലേ? അകത്തായിട്ട് വേറെയും ചക്രങ്ങളുണ്ട്. സത്യത്തിൽ തേരോട്ട സമയത്ത് വരുന്നതിനേക്കാൾ ഇന്ന് വന്നതുകൊണ്ട് നല്ലതുപോലെ കാണാൻ പറ്റി. കാര്യം തേരോട്ട സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും, നമുക്കിതിന് അടുത്തേക്കൊന്നും വരാൻ പോലും പറ്റില്ല. ഇന്നലെ ആയിരുന്നു തേരോട്ടം, അതുകൊണ്ട് തേരോട്ടം കഴിഞ്ഞു. ഇതാ ഇവിടെയായിട്ട് വടം നിവർത്തിയിട്ടിരിക്കുന്നത് നോക്കേ, ഭയങ്കര വലിപ്പമാണ് കേട്ടോ. ആ ഒരു വടവും ആ ഒരു സ്കൂട്ടറും എല്ലാം ചേർന്ന് നോക്കേ, ഭയങ്കര വലിപ്പമാണ്. ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഹൈറ്റ് നോക്കേന്ന് പറയുന്നതേ ഞാൻ ഈ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പറയുന്നതാണ്, ഒന്നും വിചാരിക്കരുത്. ഇത്രയും വലിപ്പത്തിൽ ഈ ഒരു സംഗതി കണ്ടപ്പോഴത്തേക്ക് നോക്കേന്ന് പറഞ്ഞു പോകുന്നതാണ്. എന്തായാലും ഈ തേരിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു വർക്കുകളെല്ലാം കാണുമ്പോഴേ ശരിക്കും ഒരു കാന്താര ഫിലിം കണ്ട ആ ഒരു ഫീല് തോന്നുന്നുണ്ട്. അതും ഇതുമായിട്ടൊരു ബന്ധമില്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആ ഒരു വർക്കുകൾ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു ചെറിയ തേരിനടുത്തേക്ക് പോവുകയാണ്. ചെറിയ തേരിൽ ഒരുപാട് വലിയ കനമുള്ള റോപ്പൊന്നും അല്ല ഉള്ളത്. സാധാരണ ഒരു വടംവലിക്ക് ഉള്ള കനത്തേക്കാൾ കുറച്ചും കൂടെ വലിപ്പമുള്ള വടം. പക്ഷേ ഇത് കളർഫുള്ളായിട്ടുള്ളൊരു വടമാണ്. നേരത്തെ കണ്ടത് കയർ വെച്ച് ചെയ്തതായിരുന്നു, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്. ഇത് സാധാരണ നമ്മൾ കാണുന്ന മഞ്ഞ റോപ്പുണ്ടല്ലോ, അതിൻ്റെ കളർ വ്യത്യാസമെന്നേ ഉള്ളൂ. ഇതിൽ നോർമലായിട്ടും ഞാൻ പറയാൻ പോയതാ, ഇതിൽ നോർമലായിട്ടും കാണുന്ന 4 ടയറാണെന്ന്. പക്ഷേ അല്ല, ഇതിലുമുണ്ട് നടുക്കായിട്ട് വേറെ ടയർ. കണ്ടില്ലേ? നടുക്കായിട്ട് വേറെ ചക്രങ്ങൾ കണ്ടില്ലേ? താഴെയായിട്ടും വേറെ ചക്രങ്ങളുണ്ട്. ഞാൻ ഈ ചെറിയ തേരെന്ന് പറഞ്ഞെങ്കിലേ ഇതിനും അത്യാവശ്യം ഒരു 2 നില വീടിൻ്റെ വലിപ്പമുണ്ട്. കണ്ടില്ലേ? അടുത്തായിട്ടൊരു 2 നില വീടുണ്ട്, 3 നില വീടുണ്ട്. അതിൻ്റെ 2 നിലയുടെ ഹൈറ്റുണ്ട് ഈ കാണുന്ന ചെറിയ തേരിന്. അപ്പോൾ ചെറുതും വലുതാണ്. ഇവിടെ തേരിന് താഴെയായിട്ട് കുങ്കുമവും അതേപോലത്തെ കച്ചവടങ്ങളൊക്കെയാണ്. അതേപോലെ കളർ പൊടികൾ കണ്ടില്ലേ? പലതരം കളർ പൊടികളുണ്ട്. വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ചാക്കിൽ നിവർത്തിയിട്ടിരിക്കുവാണ്. ഈ കളർ നോക്കിയാൽ ഇത് കൊള്ളാം, വയലറ്റ് കളർ ബ്ലൂ ടാർപ്പയിൽ കിടക്കുന്നതുകൊണ്ട് ശരിക്കും ആ ഒരു ഭംഗി മനസ്സിലാവുന്നില്ല. എന്നാലും ആ ഒരു വയലറ്റ് കളർ കൊള്ളാം. അങ്ങനെ ഞാനാ കണ്ട് ചെറിയ തേരിനടുത്തായിട്ടൊരു വഴി അകത്തേക്കുണ്ട്. ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ വീടുകളെല്ലാം കാണാനൊരു പ്രത്യേക ഫീലുണ്ട്. അഗ്രഹാരത്തെരുവ് ഞാൻ പറഞ്ഞില്ലേ, പഴയ ടൈപ്പ് വീടുകൾ. എന്തായാലും അതെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ നടക്കാൻ ഒരു രസമുണ്ട്. കാറിൻ്റെ അടിയിൽ 2 പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോഴും മിക്കവാറും അവർ എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ? എന്തായാലും അവർ എഴുന്നേക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നടന്ന് മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇതാ കണ്ടില്ലേ? ഈ ഒരു വീടെല്ലാം നോക്കേ, നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിലായിട്ട്
ഓടെല്ലാം ഒരു ചായ്പ് പോലെ ചെയ്തിട്ടേ അതെല്ലാം കാണാനൊരു പ്രത്യേക ഫീലുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള വേഷമൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ വീടാണ്. ഞാൻ ആ വഴി അകത്തേക്ക് നടന്നിട്ട് തിരികെ വന്നപ്പോഴാണ് ഈ ഇവിടെ ആയിട്ടൊരു അമ്പലം ശ്രദ്ധിച്ചത്. കണ്ടില്ലേ, ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഓരോരോ ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ ഒരു അമ്പലമാണ് ഈ കാണുന്ന അമ്പലം. ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ചെറിയ തെരും നിർത്തി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു, തിരികെ വരുന്ന വഴിക്കാണ് കണ്ടത്. ഇവിടെ ആയിട്ട് ഭയങ്കര വെയിലാണ് അടിക്കുന്നത്, അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം പച്ചക്കറിയാണ്. പച്ചക്കറിയെല്ലാം മൂടി വെച്ചിരിക്കുവാണ്. മ്യൂസിക് ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു പാട്ടെല്ലാം കേട്ടിട്ട് ഈ ഒരു വഴിയിലൂടെ നടക്കാൻ ഒരു രസമുണ്ട്. കലക്കച്ചവടവും ചട്ടിക്കച്ചവടവും അങ്ങനത്തെ അതേപോലത്തെ പലതരം കച്ചവടങ്ങളാണ്. ഇതേപോലുള്ള കച്ചവടങ്ങൾ ഈ ഒരു ഉത്സവ വൈബിൽ കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു അഗ്രഹാര ടൈപ്പ് വീടുകൾ ഇങ്ങോട്ടേക്കുള്ള വഴിയിലെല്ലാം ഉണ്ട്. ഈ കാണുന്നത് പനയോലയാണല്ലോ, പനയോല കൂട്ടത്തോടെ കെട്ടിവെച്ചിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു ബസ്സിന് സൈഡിലായിട്ട് ഒരു കച്ചവടം, സൈക്കിളിൽ എന്തോ ഒരു കുൽഫി എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വാങ്ങി കഴിച്ചു നോക്കാം. എന്താ കുൽഫി? കുൽഫി ഓ, കുൽഫി ഐസാണ്, 20 റുപ്പീസ്. ഓ, ഇതാണ് ഐറ്റം. 20 രൂപയാണ് വില. ഇതേപോലുള്ള കുൽഫിക്കാരാണ് ഇവിടെ എല്ലാം. കണ്ടില്ലേ, ആ ഒരു ബസ്സിനടുത്തേക്കും ഒരാൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഈ ടൈപ്പ് കുൽഫികൾ മുൻപെല്ലാം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുമായിരുന്നു, ഭായിമാർ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്പോഴേ ഭായിമാരൊന്നും ഇതേപോലത്തെ കുൽഫി കച്ചവടമെല്ലാം നിർത്തി. ഇപ്പോഴവരെല്ലാം കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുവാണ്. അതായിരിക്കും അവർക്ക് ലാഭം. വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കണ്ടല്ലോ. ഏതെങ്കിലും സൈറ്റിൽ പോയി കഴിഞ്ഞാൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിന്ന് കഴിഞ്ഞാൽ 1000, 1200, 1300 അത്രയും രൂപ കിട്ടില്ലേ. അതുകൊണ്ട് ഈ ഒരു ഐസ് വിൽപ്പനയെന്നെല്ലാം അവർ പതിയെ മാറിയിരിക്കുവാണ്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും നടന്ന് വേറൊരു ഭാഗത്തേക്ക് വന്നു, അമ്പലത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വന്നു. അതായത് ഗോപുരത്തിന് ഓപ്പോസിറ്റ് സൈഡായിട്ടൊരു വഴിയുണ്ട്. ആ വഴി നേരെ നടന്നു പോവുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ആ ടൈപ്പ് വീടുകളെല്ലാം കാണാം. അഗ്രഹാര ടൈപ്പ് വീടുകളുണ്ടല്ലോ, ആ ടൈപ്പ് വീടുകൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്കെല്ലാം കാണാം. ഇവിടെ നിന്നും തിരികെ നോക്കുമ്പോൾ നേരെ ആ ഒരു ഗോപുരം കാണാം. നല്ലൊരു ഫീലാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഗോപുരത്തിൻ്റെ പരിസരത്തൂടെ നടന്നേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആ കാണുന്ന ഗോപുരത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു മണ്ഡപം കാണാം. അതിനുള്ളിലായിട്ട് ആൾക്കാരെല്ലാം റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു മണ്ഡപത്തിനകത്തൂടെ നടന്ന് ശരിക്കും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇവിടെയും ഉണ്ട് തടിയുടെ ഓരോരോ കാര്യങ്ങൾ. തേരും രഥവുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളായിരിക്കാം. നല്ല പഴയ തടിയാണ്. അങ്ങനെ ഞാൻ മണ്ഡപത്തിനകത്തൂടെ നടന്ന് ഗോപുരത്തിന് നേരെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് സുശീന്ദ്രം അമ്പലത്തിൻ്റെ ഗോപുരം. അതിൻ്റെ നേരെ മുൻവശം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, പിന്നെ മധുരമീനാക്ഷി അമ്മൻ കോവിൽ, അതുപോലുള്ളൊരു മാതൃകയാണ് ഈ കാണുന്ന ഗോപുരവും. എന്തായാലും കാണാൻ നല്ലൊരു ഫീലുണ്ട്. ഈ കാണുന്ന ഗോപുരത്തിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമെല്ലാം ഉണ്ട്. പാദരക്ഷകൾ ഇവിടെ സൂക്ഷിക്കുക, മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഈ ഗോപുരത്തിന് നേരെ ഫ്രണ്ടിലായിട്ട് ഇവിടെയായിട്ട് കുടിവെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പ്യൂരിഫൈഡ് ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്നെല്ലാം റോഡിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ റോഡ് സൈഡിലായിട്ട് ഒരു ആറ് കാണാം. ഈ ആറിൻ്റെ പേരാണ് പഴയാർ. പഴയാറെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. വരൾച്ചയൊന്നുമില്ലാത്ത ഒരുപാട് വെള്ളമുള്ള ഒരു ആറാണ് പഴയാർ. നല്ല ആഴം കാണാൻ സാധ്യതയുണ്ട്. നല്ല പച്ച കളറിൽ കാണുന്നുണ്ട്. ഈ അമ്പലത്തിൽ വന്ന കുറച്ച് ആൾക്കാർ അവിടേക്ക് നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡേഞ്ചറാണ്. അങ്ങനെ ഞാൻ ഈ ഒരു റോഡ് സൈഡിൽ നിന്നും നോക്കിയപ്പോൾ ദൂരെയായിട്ടൊരു വലിയ മലനിര കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ള കളറിലാണത് കാണുന്നത്. വലിയൊരു മലനിരയാണ്. അങ്ങനെ ഞാൻ സുശീന്ദ്രം അമ്പലത്തിൻ്റെ പരിസരമെല്ലാം കറങ്ങിയിട്ട് വീണ്ടും റോട്ടിലേക്ക് വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇനി ഞാൻ തിരികെ നാട്ടിലേക്ക് വിടുവാണ്. ഞാനിങ്ങോട്ട് വന്നത് ട്രെയിനിലാണ്. 56705 എന്നായിരുന്നു ട്രെയിനിൻ്റെ നമ്പർ. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയിലാണ് വന്നത്. ഇനിയിപ്പോൾ തിരികെ പോകാനും ഞാൻ ആ ട്രെയിൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. 56706 അങ്ങനെയാണ് ട്രെയിനിൻ്റെ നമ്പർ. മുൻപ് വേറെ ആയിരുന്നു ട്രെയിനിൻ്റെ നമ്പർ. മുൻപുള്ള ട്രെയിനിൻ്റെ നമ്പർ 06640 എന്നായിരുന്നു തിരികെ പോകുന്ന ട്രെയിനിൻ്റെ നമ്പർ. ഇപ്പോൾ അതേ ട്രെയിൻ തന്നെയാണ്. ട്രെയിൻ നമ്പർ മാറ്റിയതായിട്ട് വേർ ഇസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെയിനിൻ്റെ നമ്പർ കാണിക്കുന്നത് 56706. അപ്പോൾ ആ ട്രെയിനിൽ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഭയങ്കര കാറ്റ്,
അത് വൈകുന്നേരം 3:10 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. നാഗർകോവിൽ ജംഗ്ഷനിൽ 3:28 അങ്ങനെ 3:28 കയറിയിട്ട് ഞാൻ നാട്ടിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയി ഒരു ബിരിയാണി വാങ്ങി കഴിച്ചതിന് ശേഷം നാട്ടിലേക്ക് വിടാം. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയായിട്ടുണ്ട്. ബിരിയാണി എല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷനിലെത്തും. എന്നിട്ട് ആ ട്രെയിനിൽ കയറി നാട്ടിലേക്ക് വിടാം. ചിക്കൻ ബിരിയാണിയുടെ ആ ഒരു രീതി കാണുമ്പോഴറിയാം നല്ല ടേസ്റ്റുള്ളതാണെന്ന്. നല്ലൊരു പീസെല്ലാം ഉണ്ട്. റൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് റൈസ്. ബിരിയാണിയുടെ കൂടെ കേസരി എല്ലാം ഉണ്ട്. നോക്കി, അത് വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഞാനിങ്ങോട്ട് വരുന്നതിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറൽ കമ്പാർട്ട്മെൻറ്റിന് 65 രൂപയായിരുന്നു. അതേപോലെ തന്നെയാണ് തിരികെ പോകുന്നതിനും 65 രൂപ തന്നെയാണ്. അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു സുശീന്ദ്രം തേരോട്ടം കാണാൻ പറ്റാത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.